അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനുസ് സയ്യിഅഹ്. സദഖല്ലാഹുൽ അലീം. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി മിത്രങ്ങളെ, വർഗീയതയും അസഹിഷ്ണുതയും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ വർദ്ധിക്കുന്ന അസഹിഷ്ണുതയും ഇന്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഭാവിയും എന്ന വിഷയത്തിൽ അല്പം നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെനിക്ക് വിധി നൽകിയ ലോകരക്ഷിതാവിന് സകല സ്തോത്രങ്ങളും അർപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹ് അലൈഹി തവക്കൽതു അലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. സഹോദരങ്ങളെ, 76 വർഷത്തെ ചരിത്രത്തിനിടയിലെ ഏറ്റവും പ്രക്ഷുബ്ധവും സങ്കീർണവുമായ ഘട്ടത്തിലൂടെയാണ് സ്വതന്ത്ര ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായിരുന്ന ഇന്ത്യ രാജ്യം ഭരണഘടനയുടെ ആത്മാവായ മതേതരത്വം പോലും വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. സിഖ് കൂട്ടക്കൊലയും ബാബരി ധ്വംസനവും ഗുജറാത്ത് കലാപവും ഈ രാജ്യത്തിന്റെ ഭൂതകാലത്തിന്റെ കറുത്ത ഓർമ്മകളാണെങ്കിൽ, വർഗീയതയും അസഹിഷ്ണുതയും നാടുവായുന്ന ഇരുണ്ട ഭാവിയിലേക്കാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വർഗീയതയും പരസ്പര വിദ്വേഷവും രാജ്യത്തിന്റെ നാനാഭാഗത്തും ശക്തിപ്പെട്ടു വരികയും ന്യൂനപക്ഷങ്ങൾ കടുത്ത സംഘർഷാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പരിഹാരങ്ങളെ കുറിച്ച് കൂലങ്കഷമായി ആലോചിച്ച് നടപ്പിൽ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മനസ്സാക്ഷിയെ പിടിച്ചിരിക്കുന്ന വാർത്തകളുമായിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ബീഫ് കഴിച്ചു വന്നാരോപിച്ച് മുഹമ്മദ് അഖ്ലാഖ് എന്ന സഹോദരനെ രാത്രിയിലെ ഭ്രാന്തരായ ജനക്കൂട്ടം അടിച്ചു കൊന്നു. ഹൈന്ദവ ഫാഷിസത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മുൻ കന്നഡ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൽബുർഗിയെ സ്വവസതിയിൽ വെച്ച് അക്രമികൾ വെടിവെച്ചു കൊന്നു. ഭരണകൂട ഭീകരക്കെതിരെ വിരൽ ചൂണ്ടിയതിന്റെ പേരിൽ സുരേന്ദ്രകുമാർ കുൽക്കർണി എന്ന പ്രശസ്ത ചിന്തകനെ ശിവസേനക്കാർ കരി ഓയിൽ കൊണ്ട് അഭിഷേകം ചെയ്തു. അപകടകരമായ സ്ഥിതി വിഷയത്തിലൂടെയാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ വർഗീയ കോമരങ്ങൾക്ക് മുന്നിലിട്ട് കൊടുത്ത് കയ്യും കെട്ടി നോക്കി നിന്ന വ്യക്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുപ്രധാന പദവിയിലിരിക്കുമ്പോ വരും നാളുകളിൽ കൂടുതൽ ഭീകരമായ വാർത്തകൾ കേൾക്കേണ്ടി വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു പോവുകയാണ്. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്നീ ഖുബാൽ പാടിയ പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ അസം വരെ വൈവിധ്യ സമ്പൂർണമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നിസ്കാരത്തായുള്ള മുസ്ലിമും പൊട്ടു തൊടുന്ന ഹിന്ദുവും കുരിശ് വരക്കുന്ന ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന രാജ്യത്ത് അരാജകത്വത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നവരെ നാം തിരിച്ചറിഞ്ഞേ മതിയാകും. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. മേക്കിംഗ് ഇന്ത്യയും മൻ കി ബാത്തും പറഞ്ഞ് ഫാഷിസം നമ്മുടെ അടുക്കളയിൽ വരെ ഇടപെടുന്നു. ഭരണകൂട ഭീകരക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിശബ്ദമാക്കപ്പെടുന്നു. ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കരിപൂശി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം അപ്രത്യക്ഷമായിരിക്കുന്നു. രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി പോലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത ഉണ്ടെന്ന് സംശയലേശമന്യേ സ്ഥിരീകരിക്കുന്നു. എവിടേക്കാണ് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഗാന്ധിജിയും നെഹ്റുവും മൗലാന മുഹമ്മദ് അലി ജൗഹറും തോളോട് തോൾ ചേർന്ന് നേടിയെടുത്ത സ്വതന്ത്ര ഭാരതമെന്ന മഹത്തായ സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണോ? 1000 ചോദ്യചിഹ്നങ്ങൾ രാജ്യസ്നേഹികൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. രാജ്യത്തിനിയും തിരഞ്ഞെടുപ്പുകൾ നടക്കും. ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും മാറി മാറി വരും. പക്ഷേ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഓരോ ഭരണകൂടത്തിനും ഉത്തരവാദിത്തമുണ്ട്.
ഇന്ത്യ ആരുടെയും കുത്തകയല്ല. RSSന്റെ അരമനയിൽ കൊണ്ടുപോയി അടിയറവ് വെക്കാൻ ഈ രാജ്യം വർഗീയവാദികൾക്ക് അനന്തരമായി കിട്ടിയതുമല്ല. നൂറ്റാണ്ടുകളായി രാജ്യത്ത് വായുശ്വസിച്ച് ഇവിടുത്തെ മണ്ണും പിണ്ണും പങ്കിട്ട് ജീവിക്കുന്നവരാണോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും. അവർക്കിടയിൽ വിഭാഗീയതയുടെ വർഗീയതയുടെ വൻമതിലുകൾ തീർക്കുന്നവരെ ഭാരതീയരായ നാം ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകം മുഴക്കെ അത്ഭുതത്തോടെ വീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ബഹുസ്വരതയെ പിച്ചി ചീന്തി ഹിംസയുടെയും വെറുപ്പിന്റെയും ഏകരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആഹ്വാനങ്ങളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മതേതര ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തെ നെഞ്ചിലേറ്റുന്നവർ ഒത്തൊരുമിച്ച് നിലകൊള്ളേണ്ടിയിരിക്കുന്നു. പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ പശുവിനെ ഭുജിക്കുന്നവർ ഭുജിക്കുകയും പൂജിക്കുന്നവർ പൂജിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വർഗീയതയും അസഹിഷ്ണുതയും നാടുവായുന്ന ഇന്ത്യയിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കില്ലെന്ന് നാം മനസ്സിലാക്കണം. പ്രകോപിപ്പിച്ച് മുതലെടുക്കാൻ പലരും കിണഞ്ഞ് ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഏറെ കരുതലോടെ നീങ്ങേണ്ടതുണ്ട്. ഒന്നാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ തേഞ്ഞു പോകുമെന്ന വിശ്വാസമൊന്നും അന്യമതസ്ഥന്റെ പതനം കണ്ട് ആഘോഷിക്കുന്നവനല്ല മുസൽമാനെന്നും പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു കൊടുക്കണം. എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ആ പ്രഖ്യാപനത്തെ മുറുകെ പിടിച്ച് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി സൗഹാർദ്ദത്തോടെ സഹിഷ്ണുതയോടെ സാഹോദര്യത്തോടെ മുന്നേറുക. നാഥൻ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി വൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.